പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രമാണ്. പറയുന്നത് UN-ൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രതിനിധി യോജന പട്ടേലാണ്. വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ഭീകരത കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാണ് എന്ന് തെളിവ് സഹിതം സമർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ പാകിസ്ഥാനെ അങ്ങേ അറ്റത്ത് ചെന്ന് തെമ്മാടി രാഷ്ട്രമാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്താണ് സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ? നമ്മൾ രണ്ട് തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. മുഹമ്മദ് അലി ജിന്ന ഡയറക്റ്റ് ആക്ഷനിലൂടെ ഹിന്ദുക്കളെ കൊന്നുകൊണ്ട് അതിൻ്റെ മേലൊരു മതരാഷ്ട്രം സ്ഥാപിച്ച് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെയുള്ള നാളുകൾ തൊട്ടേ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിർത്തിയിലും ഏറ്റുമുട്ടൽ സ്കിർമിഷസ് നടക്കുന്നുണ്ട്. അതെ, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലപ്പോഴും നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ബലാബലമാണ് പലപ്പോഴും വന്നിട്ടുള്ളതെങ്കിലും ബംഗ്ലാദേശ് വാറിൽ ഏകപക്ഷീയമായിട്ടൊരു വിജയം ആർജിക്കുകയും സിംല കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ആ സിംല കരാറിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ യുദ്ധത്തിലൂടെ അല്ല പരിഹരിക്കേണ്ടത്, ചർച്ചകളിലൂടെ, മൂന്നാമതൊരു രാഷ്ട്രത്തിൻ്റെ ഇടപെടലിലൂടെയോ ഐക്യരാഷ്ട്ര സഭാതലത്തിൽ ഉന്നയിക്കലിലൂടെയോ അല്ല പരിഹരിക്കപ്പെടേണ്ടത്. ഇരു രാജ്യങ്ങളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കുക എന്നുള്ള നിർദ്ദേശം നമ്മുടെ സുൽഫിക്കർ അലി ഭൂട്ടോ, അന്നത്തെ പാക് പ്രധാനമന്ത്രി, അത് ആ കരാറിൽ സിംലയിൽ വെച്ച് ഹിമാചൽ പ്രദേശിലെ ഹിൽ സ്റ്റേഷനായ സിംലയിൽ വെച്ച് ഒപ്പിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിട്ടാണ് ആ കരാറിൽ ആ കരാർ നിലനിൽക്കെ തന്നെയാണ് പലവട്ടം ഈ പ്രശ്നം ഉന്നയിച്ചത്. ഒരിക്കൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇതിന് മറുപടി കൊടുത്തത് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനാണ്. ചായയും ബിസ്ക്കറ്റും മാത്രം കഴിക്കുന്ന കൃഷഗാത്രകാരനായ ആ കൃഷ്ണമേനോനാണ്. അദ്ദേഹത്തെ ഒരു സന്യാസിയോ എന്നുള്ള മട്ടിലാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗമെന്ന് പറയുന്നത് 2 പകലുകൾ നീണ്ട പ്രസംഗം. ആ പ്രസംഗത്തിനൊടുവിൽ അദ്ദേഹം തളർന്നു വീഴുകയും ചെയ്തു. പക്ഷെ തളർന്നു വീഴുന്നതിന് മുമ്പ് കാശ്മീർ എങ്ങനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു, ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അത് പിൽക്കാലത്തൊരു പുസ്തകമായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ, വായിക്കാനുള്ള ശേഷി പാകിസ്ഥാനിലെ മന്ത്രിസഭയിലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കാശ്മീരിന് വേണ്ടി പിന്നെ അവർക്കൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. ഏതു നിലയ്ക്കും ഇന്ത്യയുടെ തല തന്നെയാണ്, ശിരസ് ഉയർന്നു നിൽക്കുന്ന തല തന്നെയാണ് കൽഹണൻ്റെയും കശ്യപൻ്റെയും നാടായിട്ടുള്ള ഈ കാശ്മീർ എന്നുള്ളത്. ഇന്ത്യയുടെ മഹാമനസ്കത കൊണ്ട് മാത്രമാണ് അവിടെ ഒരു ഇസ്ലാമിക സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് എന്ന് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടും ഭദ്രമായിട്ടും തെളിയിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗത്തിന് ശേഷം പിന്നെ വിവരമുള്ളവരാരും ഈ ഒരു പ്രശ്നം അവിടെ ഉന്നയിക്കാൻ മുതിരുകയില്ല. പാകിസ്ഥാന് പിന്നെ അതൊന്നും ഒരു പതിവല്ലാത്തതുകൊണ്ടും അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിംസയായതുകൊണ്ടും ഇന്ത്യയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുക, മതവിഭജനം വീണ്ടും സാധ്യമാക്കുക, മതവിഭജനത്തിലൂടെ ഉണ്ടായ ഈ രാഷ്ട്രം പാകിസ്ഥാൻ എന്നാണ് പേര് സ്വീകരിച്ചിരിക്കുന്നതെങ്കിലും പാകിസ്ഥാനായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇന്ത്യ വിരോധം മാത്രമാണ് അവരുടെ അജണ്ട. ഇതുകൂടാതെ പാകിസ്ഥാനെ റോക്ക് നേഷൻ എന്ന് വിളിക്കുന്നത് ഇതാദ്യമല്ല. BJP മന്ത്രിസഭയിൽ വെച്ചിട്ട് അന്നത്തെ മന്ത്രിയായിരുന്ന LK അദ്വാനി പറഞ്ഞതാണ്, ഇറ്റ് ഇസ് എ റോഗ് നേഷൻ. ഞാൻ പറയുന്നത് ഈ റോഗ് നേഷൻ എന്നുള്ള അപ്പുറത്തേക്ക് ഒരു ഉയർന്ന തലത്തിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഒരു പാകിസ്ഥാനാണ്. പാക്കിയല്ല, പാക്കി എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ്. ഇതിപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ പറയുന്ന പാപികളുടെ സ്ഥാനം, അതാണ് പാകിസ്ഥാൻ. നിരവധിയായിട്ടുള്ള ഭീകരാക്രമണങ്ങളിലൂടെ അവരെ തെളിയിച്ചു കഴിഞ്ഞു. പറയുന്നത് പാകിസ്ഥാനിൽ ടെറർ ക്യാമ്പുകളുണ്ടെന്ന് അവരെന്നും നിഷേധിച്ചിരുന്നതും ഇത് തന്നെയാണ്. എന്തായാലും കൊള്ളാം, ഇപ്പോൾ അശ്വമുഖത്തു നിന്ന് തന്നെ ആ സത്യം പുറത്തു വന്നിരിക്കുന്നു. അത് പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞു, വി ആർ കണ്ടിന്യൂയിങ് ദിസ് ട്രെയിനിങ് ഫോർ ദ ലാസ്റ്റ് 30 years. പുറത്തു ചാടിപ്പോയതാണ്. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി ഞങ്ങൾ ഈ ഭീകരവിരുദ്ധ ക്യാമ്പുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശീലന ക്യാമ്പുകൾ. ആ നേരത്തെ ഉള്ള എല്ലാ കാര്യങ്ങളുടെയും ഡെനിയൽ മോഡിലാണ് അദ്ദേഹം. പാകിസ്ഥാൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കള്ളങ്ങൾ പറയുന്ന, ചതിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ നമുക്കറിയാമല്ലോ. നമ്മുടെ
ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോദി അവിടെ നവാസ് ഷെരീഫിനെ പോയതിൻ്റെ പിന്നെയാണല്ലോ അവർ വളരെ മോശമായ രീതിയിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ കഴുത്ത് അറുത്ത് ക്രൂരമായിട്ട് അതിർത്തിയിൽ വെച്ച സംഭവം ചെയ്തത്. അതുപോലെ തന്നെ പെർവേസ് മുഷറഫ് ഇവിടെ വന്നിട്ട് ചർച്ച നടത്തിയതിന് ശേഷമാണല്ലോ കാർഗിൽ യുദ്ധമുണ്ടായത്. എപ്പോൾ നമ്മളൊരു സൗഹാർദ്ദം കാണിക്കുന്നു, എപ്പോൾ നമ്മൾ ഒലിവില നീട്ടുന്നുവോ അപ്പോഴെല്ലാം ഒരാക്രമണം കൊണ്ട് മറുപടി പറയുന്ന ഒരു രാഷ്ട്രമാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെ തീരുമാനമെടുക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമല്ല, മറിച്ച് പട്ടാള നേതൃത്വമാണ്. രാഷ്ട്രീയ നേതൃത്വം ഐക്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ സൗഹൃദത്തിന് അല്ലെങ്കിൽ രഞ്ജിപ്പിന് വേണ്ടി ഒരു ചർച്ച നടത്തുമ്പോൾ പട്ടാളം അതിനെ അട്ടിമറിക്കുന്നു. സർക്കാരിനെ തന്നെ അട്ടിമറിച്ചിട്ട് സർക്കാരിൻ്റെ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിമാരെ തൂക്കിക്കൊന്ന സംഭവങ്ങളില്ലേ? ബേനസീർ ഭൂട്ടോ അതിൻ്റെ ഇരയായിട്ടുണ്ടല്ലോ. ബേനസീർ ഭൂട്ടോവിൻ്റെ അച്ഛനായിട്ടുള്ള സുൽഫിക്കർ അലി ഭൂട്ടോയും അതിനിരയായിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേരെ തൂക്കിക്കൊന്ന പാരമ്പര്യമുള്ള സിയാവുൽ ഹക്ക് അതിനു മുമ്പിരുന്ന പ്രധാനമന്ത്രിയെ തൂക്കിക്കൊന്നിട്ടില്ലേ? അങ്ങനെയല്ലേ അദ്ദേഹം അധികാരത്തിൽ വന്നത്? അങ്ങനെ പെർവേസ് മുഷറഫിന് പാണ്ഡങ്ങളും ഭാര്യയും കുടുംബവുമായിട്ട് നാടുവിടേണ്ടി വന്നിട്ടില്ലേ? അങ്ങനെയൊക്കെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിൻ്റേതല്ലാത്ത ഇരുണ്ട നൂറ്റാണ്ടുകളെ സംസ്കാരം പേറിക്കൊണ്ടിരിക്കുന്ന ഭരണഘടന 25 പ്രാവശ്യം തിരുത്തി എഴുതപ്പെട്ട, നമ്മൾ ഈ പറയുന്ന ഭേദഗതിയല്ല, ഇന്ത്യയിലും ഭേദഗതി വന്നിട്ടുണ്ട്, അതല്ല നമ്മുടെ വിഷയം. ഭരണഘടനയെ തന്നെ അട്ടിമറിച്ച് പൊളിച്ചെഴുത്ത് നടത്തിയിട്ടും അല്ല, അപ്പോഴേ അറബിക്കടലിലേക്ക് അങ്ങ് എറിയുകയാണ് ഭരണഘടന. എന്നിട്ട് പുതിയ ഭരണം വരും, പട്ടാള ഭരണം. അവിടെ പിന്നെ നിയമവും ഭരണഘടനയൊന്നും ഇല്ല, ഭരണവും ഇല്ല, ഘടനയും ഇല്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജനാധിപത്യ സർക്കാർ വരുമ്പോൾ പുതിയ ഭരണഘടന. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അസ്ഥിരമായിട്ടുള്ള രാജ്യമായിട്ട് സ്വയം മാറി എന്നുള്ളത് ലോകത്തിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാനെ ഇപ്പോൾ ആരും വളരെ ഗൗരവമായിട്ട് കണക്കാക്കുന്നുമില്ല എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു രാഷ്ട്രത്തെ റോഗ് നേഷൻ എന്ന്, ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്നതിനേക്കാളും റോഗ് നേഷൻ എന്നുള്ള ചതി കാണിക്കുന്നു. ഉസാമ ബിൻ ലാദൻ വേൾഡ് ട്രേഡ് സെന്റർ ആസൂത്രണം ചെയ്തത് പാകിസ്ഥാനിൽ നിന്നായിരുന്നു. അവരുടെ പട്ടാള ഹെഡ്ക്വാർട്ടേഴ്സിന് അടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തെ വെച്ച് താമസിപ്പിച്ചിരുന്നത്. ലോകം മുഴുവൻ ഉസാമ ബിൻ ലാദന് വേണ്ടി തെരഞ്ഞപ്പോൾ ഈ സത്യം മറച്ചുവെച്ച ആൾ വെദർ ഫ്രണ്ടായിരുന്നു പാകിസ്ഥാൻ എന്ന ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാക്കാം. പാകിസ്ഥാൻ ഇപ്പോൾ ആൾ വെദർ ഫ്രണ്ടാണ് ചൈനയുടേതെന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് നാളെ ഈ ഗതി വരും. അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ചതിക്കുന്ന ഈ രാഷ്ട്രം, തികച്ചും തെമ്മാടി രാഷ്ട്രം, വിശ്വസിക്കാൻ പറ്റാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള രാഷ്ട്രം. അതല്ലേ നമ്മൾ കണ്ടത് നമ്മുടെ രാജ്യത്ത് പല പട്ടാളക്കാരുടെ തലയിറക്കുമ്പോൾ മുംബൈയിൽ ഭീകരാക്രമണം അവിടെ ഇരുന്ന് ആസൂത്രണം ചെയ്തിട്ട് ഞങ്ങളല്ല എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഇപ്പോൾ പഹൽഗാമിൽ 26 പേരെ മതം ചോദിച്ച് കാര്യമേ അറിയാമോ എന്ന് ചോദിച്ചു കൊന്നപ്പോൾ ഒക്കെ ലോക മനുഷ്യസാക്ഷി തന്നെ മരവിച്ചു പോയ സംഭവങ്ങളാണ്. അതുകൊണ്ട് യോജന പട്ടേൽ റോഗ് നേഷൻ എന്ന് തന്നെ പറഞ്ഞു. ആ റോഗ് നേഷനെ വാസ്തവത്തിൽ ലോകത്തിൽ നിലനിൽക്കാൻ തന്നെ അർഹതയില്ല. അതാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായ കാര്യം. ആ കാര്യമേ പറഞ്ഞുള്ളൂ. അവിടുത്തെ പ്രതിരോധ മന്ത്രി സമ്മതിച്ച കാര്യങ്ങൾ മാത്രമാണ് യോജന പട്ടേൽ. അവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ മതി അവരൊരു റോഗ് നേഷൻ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഈദി അമീനെ പോലുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന ഒരു രാജ്യം, ഈദി അമീനെ പോലെ ഉള്ള ഭരണാധികാരി ഭരിക്കുന്ന ഒരു രാജ്യം എന്ന് മാത്രമേ ആ രാജ്യത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. നരഭോജികൾ താമസിക്കുന്ന, നരഭോജികൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രമെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു പ്രദേശം, അതെ, ചെകുത്താൻ്റെ സാമ്രാജ്യം, അതാണ് അവർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നിൽക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് ലോകം ഇപ്പോൾ ഇത്രമാത്രം ക്ഷമിക്കാനുള്ള സഹനശക്തി അവർ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.